തിരുവനന്തപുരം കഠിനംകുളം കൊലപാതകത്തിൽ മരിച്ച ആതിരയുടെ സുഹൃത്തിനു വേണ്ടിയുള്ള അന്വേഷണം തുടരുന്നു. ആതിരയുടെ ഭർത്താവ് രാജീവിനെ ഇന്നും പോലീസ് ചോദ്യം ചെയ്യും. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. അതേസമയം ആതിരയുടെ കാണാതായ സ്കൂട്ടർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കണ്ടെത്തി. പ്രതി കൃത്യം നടത്തിയതിനു ശേഷം റെയിൽവേ സ്റ്റേഷനിലെത്തി കടന്നു കളഞ്ഞെന്നാണ് പോലീസിന്റെ നിഗമനം. തിരുവനന്തപുരം കഠിനംകുളത്ത് കഴുത്തിന് കുത്തേറ്റ് മരിച്ച ആതിരയുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് പൂർത്തിയാകും. ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ആതിരയുടെ ഭർത്താവ് രാജീവിനെ ഇന്ന് ചോദ്യം ചെയ്യുമെന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. ആതിരയുടെ ഇൻസ്റ്റാഗ്രാം സുഹൃത്തിനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇന്നലെ ആതിരയുടെ മരണത്തിനു ശേഷം കാണാതായ സ്കൂട്ടർ ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. ദിവസങ്ങൾക്ക് മുന്നേ ആതിരയുടെ സുഹൃത്തെന്ന് സംശയിക്കുന്ന വ്യക്തി പെരുമാതുറ വീട് വാടകയ്ക്ക് എടുത്തിരുന്നതായും പോലീസ് കണ്ടെത്തി. ഈ വീട് ഇന്ന് തുറന്നു പരിശോധിക്കും. കൃത്യം നടത്തിയതിനു ശേഷം ഇയാൾ ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷനിലെത്തി കടന്നുകളഞ്ഞെന്നും പോലീസ് അനുമാനിക്കുന്നു. ഇന്നലെ രാവിലെ 11 മണിയോട് കൂടിയാണ് ആതിരയെ വീട്ടിൽ കഴുത്തിന് കുത്തേറ്റ നിലയിൽ ഭർത്താവ് രാജീവ് കാണുന്നത്. സംഭവത്തിനു ശേഷം പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി. ആതിരയും ഇൻസ്റ്റാഗ്രാമിൽ പരിചയപ്പെട്ട യുവാവുമായിട്ടുള്ള ബന്ധം രാജീവ് നേരത്തെ അറിഞ്ഞിരുന്നുവെന്നും ഇത് താക്കീത് ചെയ്തിരുന്നുവെന്നുമാണ് നാട്ടുകാരിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ആതിരയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട ദുരൂഹത മറനീക്കി പുറത്തു വരേണ്ടതുണ്ട്. ജനം, തിരുവനന്തപുരം.